എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയാറില്ല, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു. നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തുകൊണ്ട് എന്ന് കാണിച്ചു തരാം. പിന്നെ പൊതുഗതാഗതത്തിൽ KSRTC നൽകുന്ന സംഭാവനകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞങ്ങളൊക്കെ പുതിയ പുതിയ ബസ്സുകൾ ഒക്കെ വാങ്ങി സർവീസ് നടത്തുമ്പോൾ ശരിയാണ്, മുതലാളിമാര് പുതിയ പുതിയ ബസ്സുകളൊക്കെ വാങ്ങിക്കുന്നു. ഇതൊരു പൊതുഗതാഗതമാണ് KSRTC എന്നൊക്കെ പറയുന്നത്. അവര് പരമാവധി പഴയ ബസ് തന്നെ എങ്ങനെയെങ്കിലൊക്കെ വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ ഓടിക്കുവാനും എങ്ങനെയെങ്കിലൊക്കെ ലാഭമാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ മുതലാളിമാരെ പോലെ കുറെ പൈസ ഒന്നും KSRTCക്ക് ഉണ്ടാവില്ല എന്നറിയാം. ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. ഇവരിപ്പോ ശക്തമായിട്ട് ഗവൺമെന്റിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. ആര്? ഈ KSRTCക്കെതിരെ. KSRTC ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്നാ പറയുന്നത്. കാണ്, വായിച്ചോ? നിങ്ങൾ വായിച്ചെന്ന് വിചാരിക്കുന്നു. UDF പ്രഖ്യാപനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ UDF ഇത് ഇന്നലെ പ്രഖ്യാപിച്ചതാണോ, അതോ മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ചതാണോ, അതോ 4-ാം നാൾ പ്രഖ്യാപിച്ചതാണോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, UDF ഇത് പ്രഖ്യാപിച്ചത് എന്നാണ്? കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇവരിത് പ്രഖ്യാപിച്ചിട്ട് ഏകദേശം 1 മാസമാവുന്നു. ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളില് 5 നമ്മുടെ ഗ്യാരണ്ടിയില് ഒരു ഗ്യാരണ്ടിയാണ് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് KSRTCയിൽ യാത്ര അനുവദിക്കുമെന്ന് പറയുന്നത്. 5 ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടിയാണ്. ഇത് ഇന്നോ ഇന്നലെയോ പ്രഖ്യാപിച്ചതല്ല, കുറച്ചും ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഇവരെന്താ വായിൽ ഉണ്ട ഒഴുങ്ങിയിരിക്കുകയായിരുന്നോ? അല്ല, ഉണ്ട ഒഴുങ്ങിയിരിക്കുന്നല്ല. ഇതൊരു കളിയാണ്, ഇതൊരു ഗംഭീര തമാശക്കളിയാണെന്നൊക്കെ പറയേണ്ടി വരും. വണ്ടർ തമാശക്കളിയാണ്. ഞാനിത് ഇങ്ങനെ പറയുന്നത്, ഇതൊരു ഗംഭീര പ്ലാനിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഈ മുതലാളിമാർക്ക് എന്താണ് UDF അവരുടെ പ്രകടന പത്രികയിൽ 5 ഗ്യാരണ്ടി ആയിട്ട് ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര അനുവദിക്കും എന്ന് പറയുമ്പോൾ അന്നും ഈ മുതലാളിമാർ ജീവനോടുണ്ടായിരുന്നില്ലേ? അന്ന് ഈ മുതലാളിമാർ ജീവനുണ്ടായിരുന്നു. കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. എന്താ അന്ന് മിണ്ടാതിരുന്നേ? UDF പ്രഖ്യാപിച്ച ഈ പരിപാടി വലിയ മെനക്കെടാ ഞങ്ങൾക്ക് ഉണ്ടാക്കുക, ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ കുടുങ്ങിപ്പോവും, ഞങ്ങളെ ബസ്സിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തത്, ഇനി ആ സ്ത്രീകൾ മുഴുവൻ KSRTCയിൽ ചേക്കേറും, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വരുമാനം ഇല്ലാതാവും, ഞങ്ങൾ പട്ടിണി പാവങ്ങളായും പാള എടുത്ത് തെണ്ടേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ അവർക്ക് ഇന്നലെയാണ് ബോധ്യപ്പെട്ടത്? വിജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബോധ്യപ്പെട്ടത്? അല്ലല്ലോ, അന്ന് തന്നെ ബോധ്യം ഉണ്ടാവണ്ടേ? എന്തേ അന്ന് അവർ പ്രതികരിക്കില്ല? ഇത് ഈ മുതലാളിമാരെ ഇഷ്ടം കൊണ്ട് പറയല്ല കേട്ടോ. മുതലാളിമാര് ഇന്നണ്ട് ബോധം വന്നതിന്റെ ഭാഗമായിട്ട് പറയുകയല്ല. ഇത് ഗവൺമെന്റിന്റെ ഒരു കളിയാണ്. സോറി കേട്ടോ, UDFന്റെ ഒരു കളിയാണ് എന്നാണ് എൻ്റെ ഒരു ചെറിയ ചിന്ത. ഈ ഒരു ചിന്തയോട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒപ്പം നിൽക്കുക. സബ് ചെയ്തിട്ടൊക്കെ കമന്റ് അടിച്ചൊക്കെ ഒന്ന് കൂടെ നിൽക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സപ്പോർട്ട് വേണം എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, ഇത് എന്തുകൊണ്ടാണ് UDFന്റെ കളിയായിട്ട് മാറുന്നത് പറഞ്ഞുതരാം. നോക്കേ, UDFകാർ തീർച്ചയായിട്ടും 100% അവർ ഈ ഒരു KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര കൊടുക്കണമെന്ന് അവർക്കൊരു ആഗ്രഹവുമില്ല. അത് പോസിബിൾ അല്ല, അത് നടക്കില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാ കൊച്ചുകുട്ടികൾക്ക് അറിയുന്ന പോലെ തന്നെ UDFകാർക്ക് അറിയാം. അവരും ചോറൊക്കെ തന്നെയുള്ള ചിന്ത, അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് പ്രാക്ടിക്കൽ അല്ല, നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. നടത്താൻ വേണ്ടി ശ്രമിച്ച കർണാടകയൊക്കെ കുടുങ്ങി പണ്ടാറടക്കുകയും നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചിത്രമായിട്ട് തന്നെയുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് അന്ന് ഇതിങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ഇവർ മിണ്ടാതിരുന്നേ? പറഞ്ഞുതരാം. അന്ന് പ്രഖ്യാപിച്ചു, ഇവർ മിണ്ടാതിരുന്നു. അങ്ങനെ മിണ്ടാതിരുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീകളെല്ലാവരും, മിക്ക സ്ത്രീകൾ വിചാരിച്ചു UDFന് ജയിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവനെങ്കിലും, കേരളത്തിനുള്ളിലെങ്കിലും എല്ലാ സംസ്ഥാനത്തും ടൂർ അടിക്കാമെന്ന് സ്ത്രീകൾ തീരുമാനിച്ചു. ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ LDFന് ജയിപ്പിച്ചു കഴിഞ്ഞതൊന്നും നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം, UDFന് ജയിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടൂറെങ്കിലും പോകാമല്ലോ എന്ന ചിന്തയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് UDFന് വോട്ട് ചെയ്തു. അവർ ജയിച്ചു. ഇനി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇത് നടപ്പിലാക്കണ്ടേ? നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തു വേണം? അപ്പോഴാണ് വേണ്ടത്, ഞങ്ങൾ അധികാരത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ പൊന്നു മുതലാളിമാരെ, ഞങ്ങളിത് നടപ്പിലാക്കാൻ പോകണമെന്നില്ല, പക്ഷെ നിങ്ങൾ പ്രശ്നമായിട്ട് വരണം. എന്താണ്?
എന്താ പ്രശ്നം ഉണ്ടാക്കേണ്ടത്? ഞങ്ങൾ അധികാരത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ KSRTCയിൽ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയാവും, ഞങ്ങൾ സമരത്തിന് ഇറങ്ങുമെന്ന് നിങ്ങൾ പ്രശ്നമുണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു സമവായ ചർച്ചയ്ക്ക് UDF ഗവൺമെന്റ് തയ്യാറാവും. ആ സമവായ ചർച്ചയുടെ ഭാഗമായിട്ട് ഫ്രീ യാത്ര എന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്റർ ഫ്രീ യാത്ര, 2 കിലോമീറ്റർ ഉള്ളിലുള്ള ആളുകൾക്ക് ഫ്രീ യാത്ര, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും വലിയ റൂട്ടിലോടുന്ന അല്ലെങ്കിൽ കുഞ്ഞു റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് മാത്രം ഫ്രീ യാത്ര എന്നീ പറഞ്ഞ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് ഇവർ കളിക്കും. ആ കളിക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഈ മുതലാളിമാരെ, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ അതിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇതൊരു വെൽ പ്ലാൻഡ് കളിയാണ്. ഞങ്ങൾ അധികാരത്തിൽ കയറുന്നത് ഈ ഒരു സംഗതി പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല, നിങ്ങൾ ആ സമയമാകുമ്പോഴത്തേന് വന്ന് പ്രശ്നം ഉണ്ടാക്കണം, ഒരു പത്രസമ്മേളനം വിളിക്കണം, KSRTCയിൽ ഫ്രീ കൊടുക്കരുത്, ഞങ്ങൾ കുടുങ്ങുമെന്ന് പറയണം, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയണം. അപ്പം ഞങ്ങൾ എന്തു പറയും? എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് യാത്ര തരാമെന്ന്, KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര അനുവദിക്കാമെന്ന് ഞങ്ങളുടെ ഇതിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഫ്രീ യാത്ര അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലക്ഷോപലക്ഷം വരുന്ന മറ്റു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് 5ന് ഗ്യാരണ്ടിയിൽ ആ ഒരു ഗ്യാരണ്ടി നടപ്പാക്കാൻ ചില്ലറ സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഇങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സുകാരാ. കോൺഗ്രസ്സുകാർ എന്ത് കുരുത്തക്കേട് ചെയ്താലും അത് കോൺഗ്രസ്സുകാരല്ലേ എന്നാണ് പറയുക. എന്നാൽ ഇതേ പരിപാടി, ഇതേ വർത്തമാനം കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് നിങ്ങൾ പോണ്ട, നിങ്ങൾ ഇതൊക്കെ പ്രഖ്യാപിച്ചല്ലേ, ഇത് നടപ്പിലാക്കിയിട്ട് പോയാൽ മതി എന്ന് അവരെ കുത്തിന് പിടിച്ച് പറയും ഇവിടെ നാട്ടുകാരുണ്ടായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടപ്പിൽ വരുത്തണമെന്നും കോൺഗ്രസ്സുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ പത്രമാധ്യമങ്ങൾക്കോ ചാനലുകൾക്കോ ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ 24 മണിക്കൂറും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അതങ്ങനെയാണ്. പ്രത്യേക ഒരു പ്രിവിലേജ് ഈ കൂട്ടർക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഗംഭീര കളിയുടെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനമാണ് ഇത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഈ തോന്നലിനൊപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. നിങ്ങളെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഇത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ. സിംപ്ലി സെലിബ്രേഷൻ, ദാറ്റ്സ് ഓൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഇവിടെ വാങ്ങട്ടെ. ബൈ.